കേരള വിഷൻ ന്യൂസ്. വയനാട് വാഗേരിയിൽ ഭീതി പരത്തിയ നരഭോജി കടുവയെ ബത്തേരി കുപ്പാടിയിലേക്ക് മാറ്റി. പിടികൂടി 6 മണിക്കൂറിന് ശേഷമാണ് കടുവയെ മാറ്റാനായത്. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നുണ്ട്. ഷിബു, കടുവയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. എന്താണ് നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണോ? എന്താണ് ഇനി കടുവയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അറിയിച്ചിരിക്കുന്നത്? വിദ്യ അല്പസമയം മുമ്പാണ് ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിൽ, അതായത് ആനിമൽ ഹോസ്പൈസ് സെന്ററിലേക്ക് ഈ നരഭോജി കടുവയെ എത്തിച്ചത്. വനപാലകർ 6 മണിക്കൂർ കൂട്ടിലകപ്പെട്ട് പിടികൂടിയതിനു ശേഷം 6 മണിക്കൂറിന് ശേഷമാണ് ഈ ബത്തേരിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടേക്ക് കൂടുതൽ പോലീസിനെ എത്തിച്ച് ഒരു ഫോഴ്സ് അവിടെ സന്നാഹം അവിടെ ഒരുക്കുകയും ചെയ്തു. അതേസമയം തന്നെ IC ബാലകൃഷ്ണന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജനങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അങ്ങനെ ചർച്ചയിൽ കുറച്ച് ഉറപ്പുകൾ കൂടി അവർക്ക് നൽകിയിട്ടുണ്ട്. അതായത് അന്ന് പ്രജീഷിന്റെ മൃതദേഹം വെച്ച് അവർ സമരം നടത്തിയപ്പോൾ നൽകിയ ഉറപ്പുകളുടെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് കൊടുത്തത്. അതായത് പ്രജീഷിന്റെ വീട്ടിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം പരിഗണിക്കും, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കാര്യം പരിഗണിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു പറഞ്ഞതിനെ തുടർന്നാണ് ഇവിടെ നിന്നും ഈ കടുവയെ മാറ്റാനുള്ള ഒരു അനുമതി ജനങ്ങൾ നൽകിയത്. എന്നാൽ ആ സമയത്തും കുറേയേറെ പേർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസ് എടുത്ത് ബലം പ്രയോഗിക്കുമെന്ന് മനസ്സിലായതോടുകൂടി അവർ അയവ് വരികയും അങ്ങനെ പിൻവലിഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് വാഹന വ്യൂഹം കുപ്പാടിയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അല്പസമയം മുമ്പ് ബത്തേരിയിലെ ആനിമൽ ഹോസ്പൈസ് സെന്ററിൽ എത്തിച്ചു. അവിടെ ഇപ്പോൾ മാധ്യമങ്ങളോട് DFO ഷജ്ന കരീം വ്യക്തമാക്കി. തുടരാം. ഇപ്പോൾ DFO സംസാരിക്കുന്നുണ്ട്, അത് കേട്ടിട്ട് ഷിബുലേക്ക് തിരികെ എത്താം. എല്ലാ രീതിയിലുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. ഇതിലാണ് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും സഹായിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പുത്തൂരിലേക്ക് മാറ്റുന്നതാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പുത്തൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് അവിടെ തുടങ്ങും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇല്ല, ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആ രീതിയിലല്ല, ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഷിബു, വീണ്ടും ഒരു DFO സംസാരിക്കുകയായിരുന്നു. ഷിബു, നമ്മൾ സംസാരിച്ചു വന്നിരുന്നതനുസരിച്ച് ഈ ഒരു കടുവയെ മാറ്റാൻ തീരുമാനിച്ചു, കടുവയെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ കടുവയെ ഇനി വെടിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്താണ് ഭരണം അല്ലെങ്കിൽ ഈ ഒരു DFO പറയുന്ന അനുസരിച്ച് ഇനി എന്താണ് തുടർ നടപടികൾ, എന്തൊക്കെയാണ്? ഇനി തുടർ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം അജേഷ് മോഹൻദാസ് എന്ന് പറയുന്ന ഫോറസ്റ്റ് വെറ്റിനറി സർജൻ മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പറഞ്ഞത് കടുവയ്ക്ക് ഒരു പരിക്കുണ്ട്. ഈ പരിക്ക് ഇപ്പോൾ ഉണ്ടായതല്ല, അതായത് വനത്തിനുള്ളിൽ വെച്ച്, കാട്ടിനുള്ളിൽ വെച്ച് മറ്റ് കടുവയുമായി ഫൈറ്റിംഗിന്റെ സമയത്തുണ്ടായ പരിക്കാകാം ഇതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മൂക്കിനാണ് പരിക്കുള്ളത്. ഈ മുറിവിന് ചികിത്സ നൽകേണ്ടതുണ്ട്. ഈ മുറിവിന് ചികിത്സ നൽകി പ്രാഥമിക ചികിത്സകളെല്ലാം നൽകിയ ശേഷം തൃശൂർ പുത്തൂരിലേക്ക് മാറ്റാനുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നത്. കാരണം ഇവിടെ ആനിമൽ ഹോസ്പൈസ് സെന്ററിൽ ഇപ്പോൾ 4 കടുവയ്ക്കുള്ള സ്പേസ് ആയിരുന്നു ആകെ ഉണ്ടായിരുന്നതിൽ. അവിടെ ഇപ്പോൾ 8 കടുവകളുണ്ട്. അതിനാൽ ഇനി ഒരു എണ്ണത്തിലേക്ക് കൂടി പാർപ്പിക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ ഈ കടുവയെ ഇനി തൃശൂർ പുത്തൂരിലേക്ക് മൃഗശാലയിലേക്ക് കൊണ്ടുപോകും എന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും ദിവസം എല്ലാ ഈ ദൗത്യത്തിൽ പങ്കാളികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, റവന്യൂ വകുപ്പിലെ പോലീസിലെ ഫോഴ്സ്, അതുപോലെ തന്നെ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും വനം വകുപ്പ് നന്ദി പറഞ്ഞു. ആർക്കും അപകടം കൂടാതെ കടുവയെ പിടികൂടി സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത് ഒരു ദൗത്യ വിജയമായി ഫോറസ്റ്റിന്റെ വനം വകുപ്പ് അധികൃതരുടെ ഒരു അഭിമാന നേട്ടമായി അവർ കരുതുകയാണ്. അതേസമയം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രജീഷിനെ കൊല ചെയ്ത കടുവയെ ഇവിടെ നിന്ന് ജീവനോട് കൊണ്ടുപോയതിലുള്ള പ്രതിഷേധം അവർക്കുണ്ടെങ്കിലും ഇനി പ്രതിഷേധങ്ങളൊക്കെ തണുക്കാനാണ് സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ വർഷവും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് നാട്ടുകാർക്കെതിരെ ചില കേസുകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ആ കേസുകളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ നാട്ടുകാർ ഉയർത്തിയ കുറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചില പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കാനും വന്യമൃഗശല്യ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികൾ അതിന് ഇടപെടും എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അതിന് ഈ പ്രജീഷിന്റെ മരണവും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എല്ലാം സർക്കാരിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സമ്മർദ്ദമായി വേണം നമ്മൾ കരുതാൻ വേണ്ടി. ഏതായാലും ഇത് സമാധാനപരമായി 10 ദിവസങ്ങൾക്ക് ശേഷം, പ്രജീഷിന്റെ മരണത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ അടുത്ത നാളെ നേരം പുലരുമ്പോൾ വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. വയനാട്ടിന്റെ പല ഭാഗത്തും മറ്റ് പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണെങ്കിലും ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും നരഭോജി കടുവ പിടിയിലായതിനാൽ ജനങ്ങൾക്കൊരു ആശ്വാസം ആയിട്ടുണ്ട്. വിദ്യ.
ശരി ഷിബു, വ്യക്തമാണ്. വയനാട് വാഗേരിയിൽ ഭീതി പരത്തിയ നരഭോജി കടുവയെ 10 ദിവസത്തിന് ശേഷം പിടികൂടി ബത്തേരി കുപ്പാടിയിലേക്ക് കടുവയെ മാറ്റിയിരിക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷമാണ് കടുവയെ മാറ്റാനായത്. നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. എങ്കിലും ഈ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വയനാട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ. വിവരങ്ങളുമായി ചേർന്നത് CV ഷിബുവാണ്. കോവിഡ് JN1 വകഭേദത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ജില്ലാതലത്തിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ശ്വാസകോശ അണുബാധയോ ഫ്ലൂ എന്നിവയുടെ